ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരും. അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും. അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല. പക്ഷെ എന്നാലും ഞാൻ ഉറപ്പ് തരികയാണ്, എന്റെ ജീവിതം തന്നെ വേണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം. നമസ്കാരം. നടി റിനി ആൻ ജോർജ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. എന്നെ കൂടുതൽ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലതൊക്കെ വിളിച്ചു പറയും. അങ്ങനെ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലർക്കൊക്കെ നാണക്കേടാകും. തലപൊക്കി നടക്കാൻ സാധിക്കില്ല. പല യുവ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകേണ്ടതായി വരും. ഞാൻ സ്നേഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ചെളിവാരി എറിയണ്ട എന്ന് കണക്കാക്കിയിട്ടാണ് ഞാൻ പലതും സഹിച്ചും ക്ഷമിച്ചും ഒതുങ്ങിക്കൂടുന്നത് എന്നാണ് റിനി പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് മഹാനവമി ദിവസം പറവൂരിൽ KJ ഷൈൻ ടീച്ചറും KK ശൈലജ ടീച്ചറും സംബന്ധിച്ച CPMന്റെ ഒരു പരിപാടിയിൽ റിനി ആൻ ജോർജ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തൻ്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തിൻ്റെതായതുകൊണ്ടല്ല, താൻ ഒരു രാഷ്ട്രീയത്തിലും നിലവിൽ അംഗമല്ല എന്നാണ് റിനി ആൻ ജോർജ് പറയുന്നത്. സ്ത്രീപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിനെതിരെ, സ്ത്രീത്വത്തിനെതിരെ അധിക്ഷേപകരങ്ങളായി ആര് പരാമർശം നടത്തുന്നു, സ്ത്രീയെ ആര് അധിക്ഷേപിക്കുന്നുവോ, സ്ത്രീയെ ലൈംഗികമായും മാനസികമായും ആത്മീയമായും ശാരീരികമായും ആര് പീഡിപ്പിക്കുന്നുവോ അവർക്കെതിരെ നിലകൊള്ളുന്ന സ്ത്രീപക്ഷ നിലപാടാണ് എൻ്റെ രാഷ്ട്രീയം എന്നുകൂടി റിനി തുറന്നു പറയുന്നു. അതുകൊണ്ടാണ് CPM അത്തരം ഒരു വേദി സംഘടിച്ചപ്പോൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്ഷേപങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ സംസാരിക്കുവാൻ ഒരു വേദി ഒരുങ്ങിയപ്പോൾ എൻ്റെ നിലപാടുകൾക്ക് അനുസൃതമായ ഒരു വേദി ഒരുക്കി തന്ന CPMന്റെ വേദിയിൽ ഞാൻ സംസാരിക്കുവാൻ വേണ്ടി പോയത്, അല്ലാതെ ഞാൻ ഇടതുപക്ഷക്കാരി ആയതുകൊണ്ടല്ല എന്ന് റിനി എടുത്തു പറയുന്നു. ഇതിനിടയിൽ പല യൂട്യൂബർമാരും എന്നെ CPMന്റെ വരുംകാല സ്ഥാനാർത്ഥിയായി ചിത്രീകരിക്കുകയുണ്ടായി എന്നൊക്കെ റിനി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയുണ്ടായി. പത്രസമ്മേളനം തന്നെയായിരുന്നു, ഒരു മാധ്യമത്തിനല്ല, പല മാധ്യമങ്ങൾക്കാണ് റിനി ഈ അഭിമുഖം നൽകിയത്. എന്നാൽ റിനി ആർക്കെതിരെയാണ് തന്നെ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ചില വെളിപ്പെടുത്തലുകൾ നടത്തും എന്നുള്ളത് പറയുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ റിനിക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ റിനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് എവിടെയും എടുത്തു പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി പരാതിയും കൊടുത്തിട്ടില്ല. എന്നാൽ റിനി ഉന്നയിക്കുന്ന അത്തരം ചില അശ്ലീല സന്ദേശങ്ങൾ തൻ്റെ ഫോണിലേക്ക് വന്നു എന്ന് പറയുന്ന ആൾ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പരന്നിട്ടുണ്ടായിരുന്നു. അതെന്ത് തന്നെയായാലും തന്നെ കൂടുതൽ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ താൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തും. അത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ചില തലകൾ ഉരുളും എന്ന് തന്നെയാണ് റിനി തുറന്നടിച്ചത്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾക്കും ലൈംഗികപരമായ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും അക്രമങ്ങൾക്കുമെതിരെ നിലപാടെടുക്കുന്നു എന്ന് അവകാശപ്പെടുന്ന റിനി ആൻ ജോർജ് എന്ന നടിയോടൊരു ചോദ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് റിനി പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ, അഭിനയിക്കുന്നവരാവട്ടെ സാങ്കേതിക പ്രവർത്തകരാകുന്ന സ്ത്രീകളാവട്ടെ, അവർക്കെതിരെ ലൈംഗിക ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ റിനി എവിടെയും പ്രതികരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അത് മാറ്റിവെക്കാം. സ്വന്തം മേഖലയിലുള്ള ആളുകൾക്കെതിരെ പ്രതികരിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടെങ്കിൽ സ്വന്തം മേഖല അല്ലെങ്കിൽ മറ്റൊരുവൻ്റെ മേഖലയെന്നില്ല, സ്ത്രീകൾക്കെതിരെ എവിടെ എന്ത് അധിക്ഷേപകരങ്ങളായിട്ടുള്ള പരാമർശങ്ങളോ ആക്രമണങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ശാരീരികമാവട്ടെ മാനസികമാവട്ടെ ലൈംഗികമാവട്ടെ, അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവുകയാണെങ്കിൽ, ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ആൾ എന്ന രീതിയിൽ റിനി അതിന് പ്രതികരിക്കേണ്ടതായിരുന്നു. റിനിയുടെ ഒരു പ്രതികരണം ഇതുവരെയും കണ്ടില്ല. ഞങ്ങൾ കാണാതെ പോയതാണോ എന്നറിയില്ല. ഈ അടുത്ത കാലത്താണ് തിരുവനന്തപുരം പേരൂർക്കടയിൽ ബിന്ദു എന്ന് പറഞ്ഞ ഒരു ദളിത് യുവതി അകാരണമായി പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ കേസിൻ്റെ പരാതിയിന്മേൽ പീഡിപ്പിക്കപ്പെട്ടത്. ഇതിനെതിരെയും റിനി ആൻ ജോർജ് എവിടെയും പ്രതികരിക്കുന്നത് കണ്ടില്ല. ഒരു ദളിത് സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളുമാണ് കുടിക്കുന്ന വെള്ളം പോലും കൊടുക്കാതെ, വെള്ളം കുടിക്കാൻ ദാഹിച്ചപ്പോൾ വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റിലുണ്ട് പോയി എടുത്ത് കുടിച്ചുകൊള്ളാനാണ് പറഞ്ഞത്. അത്രത്തോളം നീചവും നിന്ദ്യവുമായ രീതിയിൽ ഒരു പാവപ്പെട്ട ദളിത് സ്ത്രീയെ, വീട്ടമ്മയെ പീഡിപ്പിച്ചപ്പോൾ അന്ന് റിനി സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നില്ലേ എന്നാണ് ചോദിക്കാൻ തോന്നുന്നത്. സ്ത്രീകൾക്കെതിരെ അധിക്ഷേപകരങ്ങളായ
ആരോപണങ്ങളോ ആക്രമണങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ സ്ത്രീപക്ഷ നിലപാടിനോടൊപ്പം നിൽക്കുന്നയാളാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം വിളിച്ചു കൂവുന്ന റിനി ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? അന്ന് റിനി കേരളത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും സ്ത്രീകൾക്കെതിരെ അധിക്ഷേപകരങ്ങളായി ശാരീരികമായോ ലൈംഗികപരമായോ ആരോഗ്യപരമായോ മാനസികമായോ ആരും യാതൊരു തരത്തിലും ഒരു ആക്ഷേപമോ അധിക്ഷേപമോ ആക്രമണമോ നടത്താൻ പാടില്ല. ഞങ്ങൾ അവർക്കെതിരെയാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ റിനിക്കൊപ്പം തന്നെയാണ്. എന്നാൽ റിനി ഇപ്പോൾ പറയുന്ന തരത്തിൽ പ്രകോപിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പലതും വിളിച്ചു പറയും എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ റിനിക്ക് അത്തരത്തിൽ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പ്രകോപിപ്പിച്ചാലും ഇല്ലെങ്കിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കലാകാരി എന്ന രീതിയിൽ പൊതുസമൂഹത്തോടും അഥവാ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളെ അത് അറിയിക്കേണ്ടതാണ് ഉത്തരവാദിത്വ ബോധമുള്ള പൗരബോധമുള്ള ഒരാൾ ചെയ്യേണ്ടത്. ആരെങ്കിലും എന്നെ പ്രകോപിപ്പിച്ചാൽ മാത്രമേ എൻ്റെ ദുരനുഭവങ്ങൾ ഞാൻ വിളിച്ചു പറയൂ, എന്നെ പ്രകോപിപ്പിച്ചാൽ ഞാനത് വിളിച്ചു പറയും, നിങ്ങൾക്ക് തലപൊക്കി നടക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല ഒരു പൊതുപ്രവർത്തക അവലംബിക്കേണ്ട മാർഗം. എന്തായാലും റിനി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ പ്രസക്തമായ ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഒക്ടോബർ 1-ാം തീയതി മഹാനവമിയുടെ ദിവസം CPM ഏരിയ കമ്മിറ്റി നടത്തിയ ഒരു പരിപാടി, പെൺ പ്രതിരോധം എന്ന പരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ അതിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അതൊരു രാഷ്ട്രീയമായ പാർട്ടി, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ടോ ആ രീതിയിലൊന്നുമല്ല. ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ അവിടെ ചെല്ലുകയാണ് ചെയ്തത്. എനിക്ക് ഉള്ള എൻ്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് ഞാൻ ഇതിനു മുമ്പും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എൻ്റെ രാഷ്ട്രീയ നിലപാട് സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ സ്ത്രീപക്ഷ നിലപാടാണ്. ആ നിലപാട് ഞാൻ അതിനെക്കുറിച്ച് കരുതുന്നത് അത് ഏറ്റവും ഉദാത്തമായ ഒരു നിലപാടാണ്, ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. വർഗീയതയ്ക്കും പിന്തിരിപ്പൻ ചിന്താഗതികൾക്കുമൊക്കെ എതിരെ നിൽക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ രീതി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നിലപാട് തന്നെയാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്റെ സ്ത്രീപക്ഷ നിലപാട്, സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്നതിന് വേണ്ടി ഒരു വേദി ഒരുങ്ങിയപ്പോൾ അത് ഒരുക്കിയത് CPM ആണ്. അപ്പൊ CPMന്റെ ഭാഗമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും, അതിനിപ്പോ കോൺഗ്രസ് ആണെങ്കിലും ഏത് ജനാധിപത്യ സംഘടനയുടെ ഭാഗമായിട്ട് എന്നെ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവിടെ പോവുകയും സംസാരിക്കുകയും ചെയ്യും. അതിലൊരു രാഷ്ട്രീയവുമില്ല. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, നിലവിലുമല്ല, ഇതിനു മുമ്പും അംഗമായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പറവൂര് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സബർമതി കലാസാംസ്കാരിക വേദി എന്നൊരു കലാകാരന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയുണ്ട്. അതിന്റെ ഭാഗമായി ഞാൻ അവിടെ പ്രവർത്തിക്കുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ CPMന്റെ പറവൂരുള്ള ഒരു സംഘടനയാണ് EMS പഠന കേന്ദ്രം എന്ന് പറയുന്നത്. അവിടെയും ഞാൻ ഭാഗമാകുകയും നൃത്തം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കലാകാരി എന്നുള്ള നിലയിൽ പല പ്രസ്ഥാനങ്ങളുടെയും പല പരിപാടികളിലും ഞാൻ ഭാഗമായിട്ടുണ്ട്. ഇതിനു മുമ്പും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ ഞാൻ പല വേദികളിലും വരുന്നുമുണ്ട്. അപ്പൊ ഇതിനെ ഒരു വിവാദമാക്കേണ്ട, അല്ലെങ്കിൽ ഇതൊരു രാഷ്ട്രീയമായ കാര്യമാണ് എന്നുള്ള രീതിയിൽ ഒരു വിവാദമാക്കേണ്ട കാര്യമില്ല. അതിൽ ചില മീഡിയാസ് കൊടുത്തൊരു കാര്യം എനിക്ക് അതിനകത്തൊരു ചെറിയ വിയോജിപ്പുണ്ട്. അതായത് KJ ഷൈൻ ടീച്ചർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണ പ്രതിരോധ പരിപാടിയിൽ റിനി പങ്കെടുത്തു എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളും കൊടുത്തത്. എന്നാൽ അത് തെറ്റായ ഒരു കാര്യമാണ്. KJ ഷൈൻ എന്നൊരു പ്രത്യേകമായ ഒരു സ്ത്രീയെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല ആ പരിപാടി നടത്തപ്പെട്ടത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന സൈബർ അധിക്ഷേപങ്ങൾ, അതിനെതിരെയുള്ള പെൺ പ്രതിരോധം എന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയതും എന്റെ രാഷ്ട്രീയം, അതായത് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിച്ചത്. നിങ്ങൾക്ക് എന്റെ പ്രസംഗം മുഴുവനും എടുത്തു നോക്കാം. എവിടെയെങ്കിലും ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ എതിരെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ എന്ത് പോയിന്റ് ആണോ ഇതുവരെ മുന്നോട്ട് വെച്ചത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. പിന്നെ ചില യൂട്യൂബ് ചാനലുകളും ചില സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ ഞാൻ മത്സരിക്കാൻ പോവുകയാണ്, CPMന്റെ സ്ഥാനാർത്ഥിയായി പറവൂര് മത്സരിക്കും എന്നൊക്കെ ഉള്ള സാങ്കല്പിക കഥകൾ ഇവരിങ്ങനെ സൃഷ്ടിച്ചു വിടുകയാണ്. ഞാൻ ഒരു ഇലക്ഷനിൽ പങ്കെടുക്കണമെന്നോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ വ്യക്തമാക്കിയതുപോലെ
എന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയ നിലപാട് അത് ഏത് വേദിയിലാണെങ്കിലും ഇനിയും അത് തുടർന്ന് സംസാരിക്കും. ഏത് സംഘടനയാണെങ്കിലും ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും അങ്ങനെ ഒരു പരിപാടിയിൽ ക്ഷണിച്ചാൽ അത് ഏത് പാർട്ടിയാണെങ്കിലും അതിന്റെ ഭാഗമായി ഞാൻ സംസാരിക്കുകയും ചെയ്യും. അതിന് ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അംഗമല്ല, അങ്ങനെ ഒരു ഉദ്ദേശവും എനിക്കില്ല എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ വ്യക്തമാക്കാനുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം, ഗൂഢാലോചന സിദ്ധാന്തം. ഈ സംഭവം, ഈ ഇന്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് 20-ാം തീയതിയാണ്. ഇത് വൈറലായി വരുന്ന ഇന്റർവ്യൂ. ഇത് ഞാൻ കൊടുക്കുന്നത് ഓഗസ്റ്റ് 10-ാം തീയതിയാണ്. ആ സമയത്ത് എന്റെ ഫോണിലോ എന്റെ കുടുംബാംഗങ്ങളുടെ ഫോണിലോ ആരെങ്കിലും വിളിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ തെളിയിക്കൂ. പറയുന്നവർ തെളിയിക്കണം. എവിടെയും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ഞാൻ CPM-മായി ഗൂഢാലോചന നടത്തി, അല്ലെങ്കിൽ ഏതൊക്കെയോ രാഷ്ട്രീയ നേതാക്കന്മാരുമായി ഞാൻ ഗൂഢാലോചന നടത്തി. അങ്ങനെ വെറുതെ കമന്റ് ഇട്ട് പോയിട്ട് കാര്യമില്ല. ആ കമന്റ് ഇടുന്ന സൈബർ പോരാളികൾ എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ, എന്ന്, ഏത് നേതാവുമായി ഞാൻ ഗൂഢാലോചന നടത്തി എന്നുള്ളത് വ്യക്തമാക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എപ്പോൾ, എങ്ങനെ, വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല. പക്ഷെ എന്നാലും ഞാൻ ഉറപ്പു തരികയാണ്, എന്റെ ജീവിതം തന്നെ വേണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഞാൻ ആരൊക്കെയോ ആയി ചേർന്ന് തകർക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഢാലോചനയിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കണം. വെറുതെ കമന്റിലിട്ട് പറഞ്ഞ് ചുമ്മാ കഥകൾ മെനഞ്ഞിട്ട് കാര്യമില്ല. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിനെ കുറെ കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് അത് പറയുന്ന ആള് CPM ആണ്, ഇത് പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരെയും CPM ആക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിഷയങ്ങളിലൊക്കെ സംസാരിച്ചിട്ടുള്ള ആ പാർട്ടിയിലെ തന്നെ പ്രമുഖരായ നേതാക്കന്മാർക്കെതിരെയും ഒരു സൈബർ അറ്റാക്ക് നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോൾ, എങ്ങനെ ഞാൻ ഗൂഢാലോചന നടത്തി എന്നുകൂടി നിങ്ങൾ പറയണം. വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല, അത് കൃത്യമായിട്ട് പറയണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെയുള്ള കഥകൾ എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത്, ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് പറയുകയോ ഒരു വ്യക്തിയുടെ പേര് പറയുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ അനുഭവിക്കുന്ന സൈബർ അറ്റാക്ക് ഒന്ന് കാണൂ. ഇതാണ് ഇവരുടെ രീതി, എപ്പോഴത്തെയും രീതി ഇതാണ്. ഇവർക്ക് ഇഷ്ടമല്ലാത്തവർക്കെതിരെ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച്, ഇല്ലാത്ത നറേറ്റീവ്സ് പ്രചരിപ്പിച്ച് സമൂഹത്തിലേക്ക് വിടുക, അത് വിശ്വസിപ്പിക്കുക എന്നുള്ളൊരു ശ്രമമാണ് ഇവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്നത് കൊണ്ടും ഈ പ്രസ്ഥാനത്തിലുള്ള ചില നല്ല മനുഷ്യരെ ഓർത്തുകൊണ്ടുമാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കും. എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിന്റെ പിന്നിലുണ്ടായ പല കാര്യങ്ങളുമുണ്ട്. അത് തുറന്ന് ഈ രീതിയിലാണ് എന്നെ പ്രൊവോക്ക് ചെയ്യാനാണ് പോകുന്നത് എങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വെള്ള പൂശി കൊണ്ടുവരാനാണ് ശ്രമമെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയേണ്ടതായി വരും. അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്, പ്രത്യാഘാതം എന്ന് പറയുന്ന അതിഗുരുതരമായിരിക്കും. അത് താങ്ങാൻ കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ പരിപാടി എന്ന് പറയുന്നത്, ഈ പെൺ പ്രതിരോധം എന്ന് പറയുന്ന പരിപാടി സെപ്റ്റംബർ 22-ാം തീയതിയാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. അന്ന് കുറെ അധികം എഴുത്തുകാരും അങ്ങനെയുള്ള വ്യക്തികളെല്ലാവരും വരുമെന്നാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷെ ഉദ്ഘാടകയ്ക്ക് അവിടെ പങ്കെടുക്കാൻ അസൗകര്യം ഉണ്ടായതുകൊണ്ട് അതിന്റെ ഡേറ്റ് മാറ്റുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് വേറെ വ്യക്തികൾ അവിടെ, അന്ന് അവർക്ക് അസൗകര്യമായതുകൊണ്ടാണ് വരാൻ പറ്റാതെ ഇരുന്നത്. ഒരു പെൺ പ്രതിരോധം എന്ന പരിപാടിയിൽ വിവിധ തുറകളിലുള്ള ആളുകളെ അവിടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അത്തരം ഒരു പരിപാടി ആയതുകൊണ്ടാണ് ഞാൻ ആ പരിപാടിയിൽ